വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 27-ാം തിരുവചനം. അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. ആരാണ് എനിക്ക് പരിശുദ്ധ മറിയം? യേശുവിന്റെ അമ്മ, എൻ്റെ ഗുരുവിന്റെ അമ്മ. ആ സ്ഥാനത്താണോ ഞാൻ മറിയത്തെ കാണുന്നത്? അതോ എൻ്റെ കാര്യങ്ങൾ ദൈവത്തോട് പറഞ്ഞ് വാങ്ങിച്ചു തരുന്ന ഒരു സ്വർഗീയ ദലാൾ, അങ്ങനെയാണോ ഞാൻ മറിയത്തെ സമീപിക്കുന്നത്? എന്തുകൊണ്ടാണ് പലപ്പോഴും എനിക്ക് യേശു സ്നേഹിച്ച പോലെ മറിയത്തെ സ്നേഹിക്കാൻ കഴിയാത്തത്? അമ്മ എന്ന പൂർണ്ണമായ അർത്ഥത്തിൽ നുകരാൻ സാധിക്കാത്തത്? മറിയത്തെ പലപ്പോഴും നാം അമ്മേ എന്ന് വിളിക്കാറുണ്ട്. ആ വിളിയുടെ പിന്നിൽ ഏതോ നടക്കാതെ പോയ ഒരു ആവശ്യത്തിന്റെ നൊമ്പരമായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അമ്മയോട് ചേർന്നിരിക്കുക എന്ന് പറയുമ്പോൾ അതിലെന്തോ ഒരു അകൽച്ചയുടെ ഭാവവും ജീവിതത്തിൽ നാം അനുഭവിച്ചിരിക്കാം. ഈശോ നമ്മോട് ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞ് മറിയത്തെ നീട്ടിയപ്പോൾ ആ അമ്മയെ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത് എന്ന് പല വചനഭാഗങ്ങളിലൂടെ വിവരിക്കുന്നുണ്ട്. നിയമത്തെക്കുറിച്ച് നല്ല ബോധ്യമുള്ള നിക്കോദോമോസിനോട് ഈശോ വീണ്ടും ജനിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ആ വചനത്തിന്റെ പൂർത്തീകരണമായി യോഹന്നാനോട് കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ പറയുന്നു, ഇതാ നിന്റെ അമ്മ. ഒരുവളിൽ നിന്ന് ജനിക്കാത്തവൻ അവളെ എങ്ങനെ അമ്മയായി കാണാൻ സാധിക്കും? ഇവിടെയാണ് ഞാൻ എൻ്റെ അമ്മയെന്ന നിലയിൽ മാതാവിനെ, മറിയത്തെ എങ്ങനെ കാണുന്നു എന്നത് പ്രസക്തമാകുന്നത്. മറിയത്തിൽ നിന്നും വീണ്ടും ജനിച്ച ഒരാൾക്ക് മാത്രമേ മറിയത്തിന്റെ ആ മാറിടത്തിലേക്ക് ചാരിക്കിടന്നുകൊണ്ട് അമ്മ എന്നുള്ള ഒരു മാതൃസ്നേഹത്തിന്റെ നനവ് അനുഭവപ്പെടുകയുള്ളൂ. അവളിലൂടെ നാം വീണ്ടും ജനിക്കണം. ധൈര്യം നഷ്ടപ്പെട്ട ക്രിസ്തു ശിഷ്യർ പരിശുദ്ധ അമ്മയിലൂടെ പുനർജനിക്കുകയും പരിശുദ്ധാത്മാവിനാൽ നിറയുകയും പിന്നീട് സധൈര്യം ക്രിസ്തുസാക്ഷികളായി മാറുകയും ചെയ്യുന്നു. ഒരു വട്ടം ആ ജനനം പരിശുദ്ധാത്മാവാൽ നമുക്ക് സംജാതമായാൽ പിന്നെ അവൾ എനിക്ക് എൻ്റെ അമ്മയാണ്. യേശുവിന്റെ അമ്മ ഗുരുവിന്റെ അമ്മ മാത്രമല്ല, എൻ്റെ സ്വന്തം അമ്മ. ആ മാതൃത്വത്തിന്റെ സന്താനമാകുവാൻ ഞാൻ ഇനി എത്ര ദൂരം യാത്ര ചെയ്യണം? എൻ്റെ അമ്മയെ എന്ന വിളിയുടെ സ്വാതന്ത്ര്യത്തിലേക്ക്, നിർമ്മലതയിലേക്ക്, ഒരു അനുഭവത്തിലേക്ക് ഇനി എത്ര നാൾ ഞാൻ കാത്തിരിക്കണം? സ്നേഹിക്കുന്ന ഈശോയെ, നീ സ്നേഹിച്ച പോലെ പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുവാനും സ്നേഹം സ്വീകരിക്കുവാനും നീ എന്നെ പഠിപ്പിക്കണമേ. ഞാൻ അവളെ അമ്മ എന്ന് വിളിക്കട്ടെ. ആ മാതൃത്വത്തിന്റെ സ്നേഹവർഷത്തിൽ ഞാനൊന്ന് ആറാടട്ടെ. നീ അവളിൽ നിന്ന് ജനിച്ചതുപോലെ ഞാനും അവളിൽ നിന്ന് ജനിക്കാൻ നീ ഇടയാക്കണമേ. അതിലൂടെ നിന്നെ അവൾ സ്നേഹിച്ചതുപോലെ പൂർണ്ണമായ അർത്ഥത്തിൽ നിന്നെ സ്നേഹിക്കാൻ എനിക്ക് സാധിക്കട്ടെ. എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ, എൻ്റെ ഈശോയെ, എൻ്റെ സർവസ്വമേ.